ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരുമായവരെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം യേശു സന്ദർശിച്ച സക്കായിയെക്കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. സക്കായിയെക്കുറിച്ച് ഒരു സുവിശേഷത്തിൽ മാത്രമേ പരാമർശിക്കുന്നുള്ളെങ്കിലും സക്കായിയെ അറിയാത്ത ആരും തന്നെ ക്രിസ്തീയ ഗോളത്തിലില്ല. എല്ലാവർക്കും പരിചിതനാണ് സക്കായി. അദ്ദേഹം ഒരു ചുങ്കക്കാരനായി. ചുങ്കക്കാരൻ എന്ന് പറയുന്നത് യഹൂദനോട് കൂറില്ലാത്തവനാണ്. കാരണം റോമാക്കാർക്ക് ചുങ്കം പിരിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈ ചുങ്കക്കാർക്ക്. അത് ആത്മാഭിമാനമുള്ള രാജ്യസ്നേഹമുള്ള യഹൂദന്മാർ അതിന് തയ്യാറാകുകയില്ല. പക്ഷെ ദ്രവ്യാഗ്രഹികളായ രാജ്യസ്നേഹമില്ലാത്ത ആളുകളാണ് ആ ജോലിക്ക് പോകുന്നത്. അവര് അന്യായമായി പിരിക്കും, ആരോടും പരാതി പറയാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു വീതം സർക്കാരിന് കൊടുക്കും, ബാക്കി അവരെടുക്കും. അങ്ങനെ അവര് പണക്കാരാകും. അതുകൊണ്ട് ഈ ചുങ്കക്കാര് വെറുക്കപ്പെട്ടവരായിരുന്നു. വേശ്യമാരുടെയും മറ്റു പാപികളുടെയും ഗണത്തിലാണ് ചുങ്കക്കാരെയും പെടുത്തിയിരുന്നത്. എന്തായാലും ഈ സക്കായി ചുങ്കക്കാരുടെ പ്രമാണിയായി എന്ന് പറഞ്ഞാൽ മഹാധനികനായി എന്നർത്ഥം. പക്ഷെ സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, ആളുകൾ പണത്തിന് വേണ്ടി ജീവിക്കുകയാണ്. എന്തന്യായം ചെയ്തും അവർ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ കുറെ പണം ഉണ്ടായി കഴിയുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഇവിടെ അതാണ് സക്കായിക്കുണ്ടായത്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് തൻ്റെ കീഴിൽപ്പെട്ട മത്തായി എന്നൊരു ചുങ്കക്കാരൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശുവിൻ്റെ അപ്പോസ്തലനായി മാറിയെന്ന്. മത്തായിയുടെ പാപത്തെ യേശു ക്ഷമിച്ചു കൊടുത്തു. അപ്പോൾ സക്കായിക്കും ഒരാശ, തൻ്റെ പാപവും ക്ഷമിച്ചു കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ യേശു എപ്പോഴും ജനക്കൂട്ടത്തോടു കൂടെയാണ് താമസിക്കുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ആളുകൾ സക്കായിയെ കല്ലെറിഞ്ഞു കൊല്ലും. കാരണം അവരെയൊക്കെ സക്കായി ചതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, യേശുവിനെ ഒന്ന് നോക്കി വെക്കാം, ആരാണ് യേശു എന്നൊന്ന് മനസ്സിലാക്കാം. പിന്നെ സൗകര്യം പോലെ എവിടെങ്കിലും വെച്ച് ജനക്കൂട്ടം ഇല്ലാത്ത സ്ഥലത്ത് കാണാനിടയായാൽ ചെന്ന് വിവരം പറയാം. അങ്ങനെ പാപമോചനം നേടാമെന്ന് വിചാരിച്ച് ഇദ്ദേഹം യേശുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു കാട്ടത്തിയുടെ മീതെ, യേശു വരുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. കാട്ടത്തി ഇലകളാൽ നിബിഡമാണ്. യേശു യെരിഹോവിൽ ആ സ്ഥലത്ത് എത്തിയിട്ട് നേരെ മുകളിലേക്ക് നോക്കിയിട്ട് വിളിച്ചു, സക്കായി ഇറങ്ങി വാ. അപ്പോൾ തന്നെ കാണാനും പാപമോചനം നേടാനും ഈ സക്കായി ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹത്തിൽ അവൻ അത്തിയിൽ കയറിയിരിക്കുകയാണെന്ന് യേശു സർവജ്ഞാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് താഴെ വന്നിട്ട് വിളിച്ചത്. യേശു വിളിച്ചു കഴിഞ്ഞാൽ, യേശു അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും കല്ലെറിയാൻ പറ്റുമോ? യേശു എല്ലാ സംരക്ഷണവും നൽകുകയല്ലേ. ആ യേശു പറയുകയാണ്, ഇറങ്ങി വരിക, ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാം. സക്കായി ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു, ഞാനൊരു അന്യായക്കാരനാണ്, ഒരുപാട് പേരെ ചതിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ കുടുംബത്തിൽ നിന്ന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ സക്കായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് തൻ്റെ പണത്തേക്കാൾ കർത്താവിനെ സ്നേഹിക്കാൻ അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ പോലെ സക്കായി നീതീകരിക്കപ്പെടുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, യേശു ആ വീട്ടിൽ ചെന്ന് അന്നവിടെ കഴിഞ്ഞു. ആ വീടിനെ യേശു മാനിച്ചു.
യേശു പറഞ്ഞൊരു വാക്കുണ്ട്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഒരു ആട് കാണാതെ പോയാൽ ഇടയൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഏതെങ്കിലും ഒരാട് ഇടയൻ്റെ ശബ്ദം കേട്ട് കരയാനിടയായാൽ ഇടയൻ ആ ദിക്കിലേക്ക് ചെന്നിട്ട് ആ ആടിനെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മനുഷ്യരെല്ലാം കാണാതെ പോയ ആടുകളാണ്. എന്നാൽ എനിക്ക് ഇടയനെ വേണം, എന്നെ രക്ഷിക്കണം എന്നുള്ള നിലവിളി, അതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ആവശ്യം. അതാണ് സക്കായിയുടെ ഭാഗത്ത് ഉണ്ടായത്. ആ യേശുവിനെ കാണാനുള്ള ആ ആഗ്രഹം, അതിനെ കർത്താവ് മാനിച്ചു. സക്കായി യേശുവിനെ സമീപിച്ചതുപോലെ, സന്ദർശിച്ചതുപോലെ യേശു സക്കായിയെയും സന്ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടാൻ, ദൈവാനുഗ്രഹം നേടാൻ, നിത്യജീവൻ നേടാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ, അതറിയാൻ കഴിവുള്ള സർവജ്ഞാനിയായ ദൈവമാണ് യേശു എന്നുള്ള ഒരു പാഠമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.